ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വേട്ടയാടപ്പെടുന്ന കോഴിക്കോട് സ്വദേശിനിയായ യുവതി. അവൾ നേരിടുന്ന ഒറ്റപ്പെടലും സൈബർ ആക്രമണവും ഒരു പെണ്ണിനെ സംബന്ധിച്ചും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 2017 വ്യാജ ഡോക്ടറെ ചമഞ്ഞ് പരിചയപ്പെട്ട ഒരു യൂട്യൂബർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. ആ കേസിൽ കോടതി അയാളെ കുറ്റവിമുക്തനാക്കിയിരുന്നു. കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ് MLA എന്നാണ് യുവതിയുടെ ആരോപണം. കേസിൽ അപ്പീൽ പോകാനാണ് യുവതിയുടെ തീരുമാനം. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ, അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ്, ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ മാറി മറിഞ്ഞ്. കലാകാരിയായ തന്നെ 2017 വ്യാജ ഡോക്ടർ ചമഞ്ഞ് പരിചയപ്പെട്ട യൂട്യൂബ് ചാനൽ അവതാരകൻ പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത്. കുട്ടിക്ക് രോഗത്തിന് ചികിത്സ തേടിയാണ് അരക്കിണർ സ്വദേശിയായ വ്യക്തിയുടെ അടുക്കൽ എത്തിയത്. ഈ സമയത്ത് തന്നെ ഇയാൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു വിട്ടതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട്, അത് എനിക്ക് നല്ലതിന്, സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? യൂട്യൂബ് ചാനൽ അവതാരകനായ ഇയാൾക്കെതിരെ മാറാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ടി സിദ്ദീഖ് MLA ഇടപെട്ട് ആ കേസ് അട്ടിമറിച്ചെന്നും യുവതി ആരോപിക്കുന്നു. ഇപ്പോഴത്തെ MLA ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല, കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല, അവനെ അറസ്റ്റ് ചെയ്തില്ല, ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു. വ്യാജ ഡോക്ടർ ചമഞ്ഞ് തന്നെ പീഡിപ്പിച്ച യുവാവ് ഈ കേസിന്റെ പേരിൽ ഇപ്പോഴും വേട്ടയാടുകയാണ്. വേട്ടയാടൽ സഹിക്കവയ്യാതായതോടെ അടുത്തിടെ താൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വിഷയത്തിൽ കോടതിയിൽ അപ്പീൽ നൽകുമെന്നും യുവതി വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്.